Hi friends, welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈവനിങ് റൂട്ടീനാണ്. അപ്പോൾ നമുക്ക് നേരെ ഈവനിങ് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്ന റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ഫസ്റ്റാണ് ഞാൻ ഐഷാനെ കാണിച്ചത്. ഇതാണ് നമ്മുടെ ഐഷ. ഇനി നമ്മൾ ചായ കുടിക്കാൻ പോവാണ്. ആദ്യം തന്നെ നമുക്ക് ചായ ഉണ്ടാക്കണം. അതിന് നമ്മൾ ബ്രെഡ് ഇതാക്കും. ഇത്ര നേരം നമ്മൾ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായില്ലേ, ഇന്നലെ ഞങ്ങളൊരു വീഡിയോ ഇട്ടായിരുന്നു, മാംഗോ ജ്യൂസ് ചാലഞ്ച് എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടായിരുന്നു. അതിൽ വിൻ ചെയ്തേക്കണം ഞാനായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ ഇവരെന്താണ് എനിക്ക് ഗിഫ്റ്റ് തന്നതെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ ഇവരെന്താണ് ഗിഫ്റ്റ് തന്നതെന്ന് നമുക്ക് നോക്കാം. ഗൈസ് ഐഷ എന്നെ ഇപ്പോൾ വിളിക്കുന്നുണ്ട്, മേളാണെന്ന് തോന്നണു. അപ്പം നമുക്ക് പോയി നോക്കാം. ദേ ഇവിടെ നമ്മുടെ ഐഷ നിൽപ്പുണ്ട് കേട്ടോ. കണ്ടോ, ഇത് എന്താ ഗിഫ്റ്റ് എന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ക്യാമറ സെറ്റ് ചെയ്യട്ടെ. നമ്മുടെ ക്യാമറയൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ഗിഫ്റ്റ് എന്ന് നമുക്ക് നോക്കാം. ഗൈസ് പോപ്പിൻസ്, ഗൈസ് എനിക്ക് നല്ല ഇഷ്ടമാണ് പോപ്പിൻസ്. ഇതേപോലെ നിങ്ങൾക്ക് ചാലഞ്ചേഴ്സ് വേണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. എന്ത് ചാലഞ്ചാണ് വേണ്ടതെന്ന് ഞങ്ങൾ അതേപോലെ ചാലഞ്ചേഴ്സ് ചെയ്യാം കേട്ടോ. എനിക്ക് പോപ്പിൻസ് കിട്ടി. അപ്പോൾ ഗൈസ് എനിക്ക് ഗിഫ്റ്റാണ്, ഞാനത് വായിലിട്ടിട്ടുണ്ട്. നിങ്ങളുണ്ടോ? നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, എനിക്ക് ഇഷ്ടമാണ് പോപ്പിൻസ്. അപ്പം ഞാൻ ഒരെണ്ണം ഐഷാക്കും കൊടുത്തു. ഗൈസ് പാവല്ലേ. ഇത് നമുക്ക് കുറച്ച് നേരം ഞാൻ നിങ്ങൾക്ക് മേളിലത്തെ ഒരു വാർക്കിലത്തെ ഒരു വ്യൂ കാണിച്ചു തരാം. ഇപ്പോൾ ഗൈസ് ഭയങ്കര വെയിലാണ്. ഇപ്പോൾ സമയം 3:30 ആയിട്ടുണ്ട്. എന്നാലും നല്ല വെയിൽ. ഒരു 5 മണിയാവും, ഒരു 6:30 ആവുമ്പോഴത്തേക്കും ഈ ഒരു സ്ഥലത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആ ഒരു സ്ഥലത്ത് സൂര്യൻ അസ്തമിക്കും. ആ ഒരു വ്യൂ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അത് പോലും കണ്ടിട്ടില്ല ഗൈസ്, ഞാൻ പോലും കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് ഞാൻ കാണുന്നത്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ കണ്ടു ഗൈസ്. പിന്നെ ഒരു ഹോം ടൂർ വന്നതായിരിക്കും, നമ്മുടെ ഹോം ടൂർ വീഡിയോ വന്നതായിരിക്കും. അന്ന് ഡേ ഇൻ മൈ ലൈഫിൽ നിങ്ങൾക്ക് ഞാൻ ഈ ഒരു വ്യൂ കാണിച്ചു തന്നില്ലേ, അതേപോലെ അപ്പുറത്തും നമ്മുടെ ഇവിടെ എന്തോ വെള്ളമുണ്ട്. മഴ പെയ്തതിൻ്റെയാണ്. ഞങ്ങളുടെ ഇവിടെയൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ. നിങ്ങളുടെ അവിടെ മഴ ഉണ്ടായിരുന്നു? ഇവിടെ വെള്ളപ്പൊക്കമാണ് ഗൈസ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. മഴ പെയ്തുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം വന്നേക്കണേ. ചെളി വെള്ളമാണ്, കുഴിയായിട്ട് വെള്ളം. ഇവിടെ അല്ലെങ്കിലും കുഴിയാണ് ഗൈസ്, അതുകൊണ്ട് വെള്ളപ്പൊക്കം പോലെ ഇവിടെയാണ് നമ്മുടെ മേള്. അതിൻ്റെ താഴത്താണ് കുറച്ച് വീടൊക്കെ. ആ വ്യൂ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഞാൻ ഓർത്തത്. പക്ഷേ അപ്പോൾ ഗൈസ് നമ്മൾ ഇനി ചായ കുടിക്കാൻ പോവാണ്. സമയം 3:30 ആയിട്ടുണ്ട്, 4 മണി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചായ കുടിക്കണ സമയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഇനി ചാലഞ്ചസ് വേണമെങ്കിൽ എന്ത് ചാലഞ്ച് ചെയ്യണമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇനി നമുക്ക് ചായ തിളപ്പിക്കാൻ പോവാം. ഫസ്റ്റ് തന്നെ നമ്മൾ ബ്രെഡും ജാമും വെക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഐഷയാണ് നമ്മുടെ കുക്കിംഗ്. ഇത് ഒരു ദിവസം ഞാൻ ചോദിച്ചപ്പോൾ ഉണ്ടല്ലോ, ചായ ഉണ്ടാക്കാൻ അറിയില്ല. എനിക്ക് ചായ ഉണ്ടാക്കാനൊക്കെ അറിയാം, സത്യമായിട്ട് എനിക്കറിയാം. ഞാൻ വെറുതെ പറഞ്ഞതാണ്. നമ്മുടെ ജാമും ബ്രെഡാണ് നമ്മൾ ഇതാക്കാൻ പോണേ. ഓൾ ഫ്രൂട്ട്സ് ഇതാട്ടോ നമ്മൾ എടുത്തേക്കണം.
ഇനി ജാമിൽ ഫുൾ ജാമൊക്കെ പുരട്ടിയിട്ട് നമുക്ക് ബ്രെഡിൽ നമുക്ക് ഫുള്ള് ജാമൊക്കെ പുരട്ടിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇവിടെ ഈ ഒരു സ്ഥലത്ത് ക്യാമറ ഒന്ന് സെറ്റ് ചെയ്തിട്ടാണ് ഇനി ഞങ്ങൾ ഐഷ ചായ കളിപ്പിക്കാൻ പോവാണ്. അപ്പം ഞാൻ നേരം കൊണ്ട് എൻ്റെ അനിയനൊക്കെ എൻ്റെ അനിയൻ്റെ പേര് ചായാന്നാണ് കേട്ടോ. നിങ്ങൾ ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ എൻ്റെ അനിയൻ്റെ പേര് സയാൻ എന്നാണ്. പിന്നെ നമ്മുടെ ഫാത്തിമയുടെ അനിയത്തിയുണ്ട്. രണ്ടുപേരും കൂടി ഇവിടെ കളിയാണ് കേട്ടോ. ഞാൻ ഇവർക്ക് ഒന്ന് ജാമിലൊന്ന് തേച്ച് കൊടുക്കട്ടെ രണ്ടുപേർക്കും, അല്ലെങ്കിൽ ഇവര് നമുക്കിവിടെ സമാധാനം തരില്ല. ഞാൻ ഇവർക്ക് ഒന്ന് അപ്പൊ ഗൈസ് ഐഷ ഇവിടെ ചായ തിളപ്പിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങോട്ട് നോക്കി ഐഷ കണ്ടോ. അപ്പോൾ നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിലാണ് ഐഷ ചായ തിളപ്പിക്കണത്. ഗ്യാസ് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഓക്കെ, ഞാനിവിടെ ക്യാമറ സെറ്റ് ചെയ്യാം. ക്യാമറ സെറ്റ് ചെയ്യാൻ പറ്റില്ല. കുറച്ച് കരിഞ്ഞു പോയിട്ടുണ്ടാവും. ഇവിടെ ജാമ് മാത്രം തിന്നണ ഒരു കുട്ടിയുണ്ട്. എൻ്റെ പേരാണ് ജയാൻ. എൻ്റെ അനിയനുണ്ടത്. അതേന എൻ്റെ സ്പൂണിട്ടോ അവിടെ പോയിരുന്നു. ഐസ് പാത്രം തരാം. പോ ചെല്ലിപ്പോ. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് എല്ലാ ബ്രെഡിലും ജാമ് തീക്കാം. ഇനി നമുക്ക് എല്ലാ ബ്രെഡിലും ഇങ്ങനെ ജാമ് തേച്ച് ഇങ്ങനെ വെച്ച് ശരിയാക്കി കൊടുക്കാം. ഈ വെള്ള കളറാണ് കോഫിയാണ് ഗൈസ് ഉണ്ടാക്കുന്നത്. ആ തരുണി അവിടെ പോയിരിക്കി. അപ്പോൾ ഗൈസ് നമ്മൾ ഒരു ബ്രെഡിൽ ജാം തേച്ചിട്ടുണ്ട്. നമുക്ക് ആ ബ്രെഡിന് വെള്ളം വെക്കണ ഒരു സാധനമില്ല, അതിലും കൂടി തേക്കാം. കുറച്ചും കൂടി രസം കിട്ടട്ടെ. നമുക്ക് മൊത്തം ബ്രെഡിൽ ജാം തേച്ചിട്ട് കാണാം. ഇതാണ് നമ്മുടെ ചായയും ജാമും ബ്രെഡും. ഇനി നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് ഞാൻ ചായ കുടിക്കട്ടെ. സൂപ്പർ ചായ. അല്ലാതെ മധുരത്തിന് ഒരു കുഴപ്പമില്ല ഗൈസ്. ഞങ്ങൾ മണ്ടത്തരം കാണിച്ചു. ഞങ്ങള് ഒന്ന് മധുരട്ടെ ഗൈസ്. ഞങ്ങള് ചായ കുടിക്കണ്ടേ, ഞങ്ങൾ കറക്റ്റ് മധുരമൊക്കെ ഇട്ടതാണ്. അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ 4 പേരും മിഠായി കഴിച്ചു പോയി. അതുകൊണ്ടാണ് ഇത് ഞങ്ങൾക്ക് ചായയിലും മധുരം ഇല്ലാത്തത്. പക്ഷെ കറക്റ്റ് മധുരമാണ്. മിഠായി കഴിക്കാതെ ചായ കുടിച്ചാൽ കറക്റ്റ് മധുരം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ കുറച്ച് ഇനി നമുക്ക് ചായ കുടിച്ചിട്ട് കാണാം.
അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ചായയും എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മൾ കുടിക്കാൻ പോകാൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി ഞങ്ങൾ സൈക്കിൾ ഓട്ടാനൊക്കെ പോവും. പിന്നെ ഞങ്ങൾ ഇവിടെയൊക്കെ വെറുതെ ഇങ്ങനെ നടക്കാനൊക്കെ പോവും വൈകുന്നേരം. അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒരാൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഒരാൾ എന്തൊക്കെയോ കാണിക്കണ്ടേ, അപ്പോൾ കാണിച്ചു തരാം. ഒരാൾ എന്തൊക്കെയോ കോപ്രായം കാണിക്കുന്നുണ്ട്. സൈക്കിള് ചവിട്ടാൻ വേണ്ടി സൈക്കിൾ എടുക്കുകയാണ്. പിന്നെ എൻ്റെ അനിയന് കുഞ്ഞൊരു സൈക്കിൾ, ഇത് വലിയത്. ഓക്കെ, ഓടിക്കാൻ ആൾക്ക് തന്നെ ഓടിക്കാൻ പറ്റുള്ളൂ. എന്നിട്ടാണ് പിള്ളേരോട് കുശലം പറയാൻ നിൽക്കണത്. ഗായ്സ് അപ്പോൾ ഓക്കെ, ഇനി ഞാൻ എൻ്റെ ഫോട്ടോ കാണിച്ചു തരാം. ഞങ്ങൾ സൈക്കിൾ ഓട്ടാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ ചവിട്ടണം കാണിച്ചു തരാം കേട്ടോ. ആദ്യം തന്നെ ഐഷയാണ് റൗണ്ട് ഓടിക്കണത്. അത് കഴിഞ്ഞ് ഞാനൊക്കെയാണ് ഓടിക്കണത്. ഇവിടെ ഫാത്തിമ വ്ളോഗ് എടുക്കാണ് ഗൈസ്. നിങ്ങൾ കണ്ടോ? എന്താണ്ടൊക്കെ കാണിക്കണ്ടേ. പിന്നെ നമുക്ക് ഐഷാനെ കാണാം. നിങ്ങൾ അവിടെ ഒരു തല്ലുപിടിക്കണ ഒരു പിങ്ക് ഷാള് കണ്ടോ? അതാണ് നമ്മുടെ ഐഷ. ഐഷ ഇപ്പോൾ ഇങ്ങോട്ട് വരൂ കേട്ടോ. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഐഷ പറപ്പിച്ച് വന്നു ഗായ്സ്. ഇങ്ങോട്ട് നോക്കട്ടതാണ്. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് പിന്നെ ഇത് എൻ്റെ അനിയനാണ് കേട്ടോ ഗായ്സ്. ഇത് ഇനി ഞാൻ കുറച്ച് നേരം ഓടിച്ചിട്ട് വരാം. അപ്പം അത്ര നേരം ക്യാമറ പിടിക്കണത് നമ്മുടെ ഐഷ ആയിരിക്കും കേട്ടോ. ഐഷ പ്ലീസ് ആ ഓക്കെ. ചമ്മിപ്പോയി ഗായ്സ്, ഭയങ്കര ചമ്മലായിരുന്നു. അപ്പം അടുത്തത് ഐഷ കുറേ ദിവസമായി സൈക്കിൾ ഓട്ടിയിട്ട്, അതുകൊണ്ടാണ് ഐഷക്ക് ഇത് കിട്ടാത്തത്. കൈയൊക്കെ വിളിച്ച് ഓടിക്കുമ്പോൾ ചെളി വെള്ളത്തിലൊക്കെ ആള് വീഴും. പക്ഷെ ഈ വീഡിയോ എടുക്കണമായിരുന്നോണ്ട് ഒന്നും പറ്റില്ല. കണ്ടോ? ഇത് തന്നെ ആദ്യമായിട്ട് കാണണേ. ഇത് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ നമ്മുടെ ആ ഒരു ഭാഗത്തും പിന്നെ നമ്മുടെ വാർക്കയുടെ മേളിലും ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. പക്ഷെ നമ്മൾ വൈകുന്നേരം നമുക്ക് ഇവിടെ നിന്ന് സൂര്യ ഉദിക്കാൻ കാണാനും ഉണ്ട്. അപ്പം ഞാനത് കാണിച്ചു തരാട്ടോ നിങ്ങൾക്ക്. പിന്നെ നമ്മുടെ ബാക്കിലത്തെ അവിടെ നിന്നും നമുക്ക് ഇത് കാണിക്കാൻ പറ്റും. അപ്പം ഞാൻ അതൊക്കെ കാണിച്ചു തരാം. ഇവിടെ റൈറ്റ് ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്.
ഗായ്സ് ഇതാണ് കേട്ടോ, ഇതാണ് ഞങ്ങളുടെ ഗ്രൗണ്ട്. ഇവിടെയാണ് ഞങ്ങൾ കളിക്കാറ്. പിന്നെ അതാണ് താഴത്ത്, ഞങ്ങൾ എപ്പോഴും നടക്കാനൊക്കെ താഴത്ത് പോവും. പിന്നെ അതേ കുറച്ച് ആടൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾ എൻ്റെ അനിയനൊക്കെ ആടിനൊക്കെ കളിപ്പിക്കാറുണ്ട്. ആ കല്ലിൻ്റെ മുകളിലൊരു കുഞ്ഞാടുണ്ട് കേട്ടോ. പിന്നെ കൊമ്പണ ആടാണ് ഗായ്സ്, കുത്തും. എനിക്ക് ആടിനെ പേടിയാട്ടോ. കൊമ്പൊക്കെ ഉള്ള ആടിനെ എനിക്ക് ഭയങ്കര പേടിയാണ് ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ആ സൈക്കിൾ ഓട്ടിയപ്പോൾ അവിടെ നിന്ന് വളച്ചു പോകുന്നത്. അപ്പോൾ ഗൈസ് നമ്മുടെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ.